കൂർഗി പോകുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഈ ഹാരംഗി ഡാം എന്ന് പറയുന്നത്. ഇത് ഹാരംഗി റിവറിന് കുറുകെയാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഹാരംഗി റിവർ എന്ന് പറയുന്നത് കാവേരി റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ഈ ഡാമിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കൃഷിയാണ്, പിന്നെ കുടിവെള്ളത്തിനും കൂടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഡാമിൻ്റെ എൻട്രി പോയിൻ്റ്. എൻട്രിക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതുപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിംഗ് ഏരിയയ്ക്കും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ റോഡ് കാണുന്ന റോഡിൻ്റെ സൈഡിലെവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ റോഡിൻ്റെ സൈഡിലാണ് ഞാൻ പാർക്ക് ചെയ്തത്. ഇനി ടിക്കറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി കയറി വരണം. കയറി വരുന്ന ഈ കാണുന്ന പച്ച ബിൽഡിംഗ് കൂടെയാണ്. കയറി വന്ന് റൈറ്റിലോട്ട് തന്നെ നമുക്ക് ഇതുപോലൊരു പേരമരം കാണാൻ പറ്റും. നിറച്ചും ചെറിയ ചെറിയ പേരയ്ക്കകൾ ഒരുപാട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നടക്കേണ്ട വഴികളെല്ലാം ഇങ്ങനെ ഇൻ്റർലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കാനുള്ള കുറച്ച് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ശരിക്കും ആ ഡാമിലെ ഷട്ടറിൽ കൂടെ വെള്ളം വീഴുന്നത് നമുക്ക് കാണാം, വളരെ ദൂരത്തു നിന്ന് തന്നെ. അതുപോലെ ശബ്ദവും നല്ലൊരു ഉറക്കെ ശബ്ദം കേൾക്കാം വെള്ളം വീഴുന്നതിൻ്റെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ എൻട്രിയിൽ കയറി കഴിഞ്ഞിട്ട് കുറേ നടക്കാനുണ്ട്. ഒരുപാട് ഇൻ്റർലോക്ക് ഇട്ട് ഇങ്ങനെ ഒരു വഴി അവരുണ്ടാക്കിയിട്ടുണ്ട്. ആ വഴി കൂടെ വേണം നടക്കാനായിട്ട്. നമ്മൾ കുറേ ദൂരം ഇങ്ങനെ നടന്ന് പോയപ്പോൾ ഇതുപോലൊരു ആൻഡ് ഹിൽ കണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ അടുത്ത് പോയി ഒന്ന് നോക്കി. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നിനും കണ്ടില്ല. എന്നാലും അവിടെ കുറേയൊക്കെ കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പം കുട്ടികളെ കൊണ്ടുപോകുമ്പം ഇത്തിരി സൂക്ഷിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ നടന്നു പോകുന്ന വഴി തന്നെ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പം അതും ഒന്ന് സൂക്ഷിച്ച് പോകുന്നതായിരിക്കും നല്ലത്. ആ വെള്ളത്തിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ സ്കിഡ് ചെയ്ത് വീഴേണ്ട സാധ്യതയുണ്ട്. പിന്നെ നടക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നടന്നു പോകാനുണ്ട്. ഇതുപോലെ നടന്നിരുന്ന് കുറേ എത്തുമ്പോൾ ഇതൊരു വാട്ടർ ഫൗണ്ടൻ പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ അവിടെ എത്തും. പക്ഷെ വാട്ടർ ഫൗണ്ടൻ ഒന്നും കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെയും കുറേ നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് കുറേ പോകുമ്പോൾ അവിടെ വീണ്ടും പടി കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി ഇങ്ങനെ പോകുന്നത് കാണാം. അവിടെയും ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടിയിൽ നടന്നിറങ്ങുമ്പോൾ സൂക്ഷിച്ച് വേണം, കാരണം സ്കിഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. बैलेंस के लिए
അങ്ങനെ കുറേ നടന്ന് കിടന്ന് ഫൈനലി ആ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്തി. ഇനി ഈ സൈഡിൽ കൂടെ നടന്ന് കുറേ പോകുമ്പോഴാണ് ആ വെള്ളം വീഴുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. സൈഡിൽ കൂടെ നിങ്ങളിപ്പോൾ നടക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഷട്ടറിൽ നിന്ന് വന്നിട്ട് ഒഴുകി അങ്ങ് പോകുന്നതാണ് കാണാൻ. അത് ഒഴുകി ഏതോ ഒരു കൃഷി സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്. അതുപോലെ വാട്ടർ സപ്ലൈക്ക് വേണ്ടി അവർ ആ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഈ സെയിം ഡാമിൽ തന്നെ രാത്രി ഒരു 7 മണിക്ക് ശേഷം അവിടെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനവിടെ അന്വേഷിച്ചപ്പോൾ അന്നും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ രാത്രി വീണ്ടും ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങിയായിരുന്നു. ലൈറ്റ് ഷോ കാണാനായിട്ട് നിന്നില്ല. പിന്നെ വേറെന്ന് വെച്ചാൽ അവിടെ ഈ റിസർവറിൻ്റെ അവിടെ, അതായത് വെള്ളം ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട് ഡാമിൻ്റെ, ആ ഭാഗത്തായിട്ട് തന്നെ എലിഫൻറ്റ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയം കുറവ് കാരണം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ആ വെള്ളം വീഴുന്നതിൻ്റെ ഷട്ടറിൻ്റെ സൈഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പശുക്കൾ വന്ന് പുല്ല് മേയുന്നത് കാണാമായിരുന്നു. ഇനി ആ റിസർവെയറിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം വണ്ടിയെടുത്ത് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോയി നോക്കിയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, അങ്ങ് ദൂരെ ഒരു ബ്രിഡ്ജ് കാണാം. അത് ആക്ച്വലി ആ റിസർവെയർ ആ വെള്ളം വീഴുന്നതിൻ്റെ ഭാഗത്ത് നോക്കിയപ്പോഴും ആ ഒരു ബ്രിഡ്ജ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ആ വെള്ളം ഷട്ടറിൽ നിന്ന് വീഴുന്ന വെള്ളം ഒഴുകി പോകുന്നത് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെയാണ്. അപ്പോൾ അതിലേക്കൂടെ ആ ബ്രിഡ്ജിൽ കൂടെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് റിസർവിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയെടുത്തൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോഴാണ് ഈ ഒരു
വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ആ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ വെള്ളം പോകുന്നത് കാണാം. ആ ബ്രിഡ്ജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷട്ടർ കൂടെ വെള്ളം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ആ ഒരു മൊമെൻറ്റ് വളരെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ സൺസെറ്റിനോട് അടുത്ത സമയമായിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ കാറൊന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ കുറച്ച് സമയം നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിനുള്ള നേരമില്ല. ഇരുട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിനായിട്ട് നിന്നില്ല. സോ ബ്രിഡ്ജിൽ കൂടെ ചുമ്മാ ഒന്ന് വണ്ടി എടുത്തൊന്ന് മുന്നോട്ട് പോയി, പിന്നെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞൊന്ന് പോയി. ആ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആണ് ഞാൻ അടുത്തത് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ ബ്രിഡ്ജിൽ കൂടെ നമ്മൾ വണ്ടി കൊണ്ട് പോകുന്നതാണ്. ഇനി അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പോകും. ഒരു റോഡുണ്ട്. ആ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് പിന്നെ റോഡ് വളരെ മോശമായിട്ടുള്ള റോഡാണ്. പക്ഷേ കുറേ പോകുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഷട്ടറിന് അടുത്തായിട്ടൊക്കെ തന്നെ ഷട്ടറിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മളെത്തും. അവിടെ നിന്ന് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞ് റോഡ് ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ അവിടെ വേറെ ആളുകളെയൊന്നും അധികം കണ്ടില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ 1-2 കാറുകൾ തിരിച്ച് ഇങ്ങോട്ട് വരുമായിരുന്നു. പിന്നെ നേരെ ഇരുട്ടിയത് കാരണം നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. വേഗം തന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വന്നായിരുന്നു. അപ്പോൾ ഈ ഷട്ടറിൽ കൂടെ വെള്ളം ഒഴുകുന്ന ഭാഗത്തിൽ കൂടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോകുന്ന റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ വേറെ ഒരു ഭാഗത്തു നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ആ വെള്ളം റോഡിൻ്റെ അടിയിൽ കൂടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന റോഡിൻ്റെ മറുഭാഗമാണ്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വീണ്ടും ആ വെള്ളം ശരിക്കും ആ ഡാമിൽ നിന്ന് പോകുന്ന വെള്ളത്തിലേക്ക് പോയി ചേരുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ തിരിച്ചും അതേ ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് പോയത്. അപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ ആ ഷട്ടറിൻ്റെ അവിടെ തന്നെ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇരുട്ടിയത് വെച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ 7 മണിക്ക് ലൈറ്റ് വിത്ത് മ്യൂസിക് ഷോ അങ്ങനെ പറഞ്ഞ് അവിടെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇതായിട്ടായിരിക്കണം ആദ്യം ലൈറ്റ് അവിടെ ഓൺ ചെയ്തത്. ഇനി അകത്ത് ചിലപ്പം വാട്ടർ ഫൗണ്ടനും ലൈറ്റ് ഷോയും ഒക്കെ ഉണ്ടായിരുന്നു കാണും. എന്തായാലും കൂർഗി പോകുമ്പം ഈ ഒരു സ്പോട്ട് മറക്കണ്ട. ഇത് ഹാരംഗി ഡാമാണ്. ഇത് എനിക്ക് പറയാനുള്ളത് ഒരു 1 ടൈം വിസിറ്റിന് പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടാണ്.